കഴിഞ്ഞ മീറ്റിംഗ് നടത്തിയത് ഒക്ടോബറിലായിരുന്നു 2023. അത് കഴിഞ്ഞ് 8 മാസത്തെ നമ്മുടെ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ആദ്യം തന്നെ ഒരു ഇയർ ലോങ് പ്രോഗ്രാം പ്ലാനിങ് നമ്മൾ ചെയ്തായിരുന്നു. ആദ്യമേ നമ്മൾ ഒക്ടോബറിൽ തന്നെ എന്തൊക്കെ പ്രോഗ്രാമാണ് ഏതൊക്കെ ഡേറ്റിൽ നടക്കണം. അന്ന് തന്നെ നമ്മൾ 29 ജൂൺ നെക്സ്റ്റ് മീറ്റിങ്ങിന് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. അത് അതനുസരിച്ച് നടത്തി. ഏകദേശം ഒട്ടുമുക്കാൽ എല്ലാ പരിപാടിയും നമ്മൾ അതനുസരിച്ച് നടത്തിയായിരുന്നു. 1-2 പരിപാടി മാത്രം നമുക്ക് മിസ്സായി. പക്ഷെ അതിന് പകരം വേറെ പ്രോഗ്രാം നമ്മൾ ആഡ് ചെയ്തായിരുന്നു. ബാക്കി ഡേറ്റൊക്കെ അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പക്ഷെ എന്നാലും ബാക്കി എല്ലാ പരിപാടിയും ഒരുമാതിരി നടത്തിയായിരുന്നു. ഇനി അടുത്ത വരുന്ന ടീമും ഇതേപോലെ ഇയറായിട്ട് പ്ലാൻ ചെയ്ത് ഒരു കലണ്ടറായിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്താൽ അതിൻ്റെ പ്രോഗ്രസ് നന്നായിരിക്കും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തെങ്കിലും അടുത്തത് മെമ്പേഴ്സ് ലിസ്റ്റ്. മെമ്പേഴ്സ് ലിസ്റ്റ് ഏകദേശം 200-200+ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ മെമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി എഡിറ്റ് ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ മെമ്പേഴ്സ് ലിസ്റ്റിലെ ഫോൺ നമ്പർ ഒന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, കോൺഫിഡൻഷ്യാലിറ്റി. നമ്മളത് ആൾക്കാരുടെ കുറച്ച് അപ്ഡേറ്റ് ചെയ്യാൻ കിടക്കേണ്ട. എന്നാലും 200+ മെമ്പേഴ്സ് ഉണ്ട്. ഒത്തിരി വലിച്ചെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇത് 222 മെമ്പേഴ്സാണ് ഇപ്പോൾ നമ്മളുള്ളത് മൊത്തത്തിൽ. ഇതിപ്പോൾ പേരും അവരുടെ ഇയറും ബ്രാഞ്ചും മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. താഴെ കാണിച്ചിരിക്കുന്നത് കൗണ്ടീസാണ്. ആ കൗണ്ടീസിൽ ഇത്രയും കൗണ്ടീസിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്. അപ്പം നോക്കിയാൽ കാണാൻ പറ്റും അവിടെ വെസ്റ്റ് മിഡ്ലാൻഡ്സ്, അതുപോലെ തന്നെ ലണ്ടൻ ബോറോ, പിന്നെ ചെഷയർ. ഇവർ 3 പേരുമാണ് നമ്മുടെ മാക്സിമം മെയ്സുകാർ ഉള്ളത്. എന്നാൽ ഒരാളുള്ള കൗണ്ടീസും ഉണ്ട്. അതുപോലെ തന്നെ 20+ ഒക്കെ ഉള്ള കൗണ്ടീസും ഉണ്ട്. അതായത് ഏകദേശം സൗത്ത് ഈസ്റ്റ് ലണ്ടൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ മേസൻസ് ഉള്ളത്. മാഞ്ചസ്റ്ററും മോശം. ഓക്കെ, ഉണ്ടാക്കിയത് ഒരാൾ ഉറക്കം വിളിച്ചത് ഉണ്ടാക്കിയതാണ് സാബുക്കളത്തിൽ. അതിന് എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ആൾക്കാർ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു പർപ്പസോട് കൂടി ഉണ്ടാക്കിയതാണ്. അടുത്ത മീറ്റ് അവിടെ വെക്കണമെന്നും കൂടി നമ്മൾ കൂടിയാണ് ഉണ്ടാക്കിയത്. പിന്നീട് നമ്മൾ തീരുമാനിക്കും. അടുത്തത് നമ്മുടെ ക്രിസ്മസ് വീഡിയോ കമ്പൈലേഷൻ നമ്മൾ നടത്തിയായിരുന്നു. നല്ല പേര് അത് നമ്മൾ കണ്ടതാണ്. നമ്മൾ അടുത്ത പേജിലോട്ട് പോവാം. എക്സസൈസ് ചലഞ്ച് നമ്മൾ സാധാരണ എല്ലാ വർഷത്തെ പോലെ നടത്തിയിരുന്നു. നമുക്ക് 72 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതിന് കൂടുതൽ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നടന്നു. അടിയാന്ന് വെച്ചാൽ ദിനേഷ് ചാക്കോണ് എക്സസൈസ് ചലഞ്ചിൽ നമ്മൾ ഓടി നമ്മളെയൊക്കെ നാടൻ കളിച്ച് ഇവിടെ ഉണ്ടാവും കക്ഷി. അതുപോലെ തന്നെ ആർഷിൻ്റെ കോർഡിനേഷൻ, അതിന് വേണ്ടിയിട്ട് ആർഷൻ ചെയ്ത ഒരുപാട് എഫർട്ട് ഉണ്ട്. സർട്ടിഫിക്കറ്റ് കൈയടിച്ച എല്ലാവരും പിന്നെ അവിന്നേഴ്സ് സിനി അബ്ബാസ്, എൻ്റെയൊക്കെ സീനിയറാണ് അബ്ബാസ്. എല്ലാ വർഷവും വരുന്ന ആളാണ്. പുള്ളി നാട്ടിൽ പോയിരുന്നെന്ന് പറഞ്ഞില്ല. ഭാര്യയാണ്, വൈഫാണ് സിനി. പിന്നെ ചാന്ദിനി, അബിൻ സണ്ണി ഇവിടെ നിന്ന് വിട്ട് ഓസ്ട്രേലിയയിലേക്ക് കഴിഞ്ഞ ആഴ്ച പോയി. അയാൾ മിസ്. പക്ഷേ അയാൾ ഇവിടെ നിന്ന് മാറ്റരുതെന്നുള്ള റിക്വസ്റ്റും ഉണ്ട്. ഓസ്ട്രേലിയ ആണെങ്കിലും ഇവിടുത്തെ അലുമിനി ആകാനാണ് ഇഷ്ടമെന്ന് തോന്നുന്നത്. അത് ഏതായാലും നടക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പോയിട്ട് അവിടുത്തെ അലുമിനി ചേർന്നോളാം. അവിടുത്തെ അലുമിനിയുടെ പ്രസിഡൻറ്റും എൻ്റെ ക്ലാസ്മേറ്റാണ്, അനൂജിയാണ് അവിടുത്തെ പ്രസിഡന്റ്. പിന്നെ ഷെറിനുണ്ട്. അടുത്ത പ്രാവശ്യം ഇതുപോലെ എക്സസൈസ്. പിന്നെ മാജിക്, ഇവരൊക്കെയാണ് ഫിനിയേഴ്സ്. പിന്നെ സാന്ദ്ര ഇതുപോലെ തന്നെ ഓഡിയോ. ഇവിടെ ഓടിയില്ല എന്ന് തോന്നുന്നു സാന്ദ്ര, അല്ലേ?
സാന്ദ്രയുടെ എക്സസൈസിൽ സാന്ദ്ര ഉണ്ടായിരുന്നില്ല, പക്ഷെ പുറത്ത് കിടന്ന് നന്നായിട്ട് ഓടി എക്സസൈസ് ഒക്കെ എടുത്ത് മാരത്തോണൊക്കെ കയ്യിലെടുത്ത ആളാണ്. ഓക്കെ, അപ്പോൾ കരിയർ ഗൈഡൻസ് നമ്മൾ മീറ്റ് നടത്തിയായിരുന്നു. നമ്മുടെ ആദ്യം നമ്മൾ നടത്തിയത് 2022, അത് കഴിഞ്ഞ് മീറ്റ് നടത്തിയായിരുന്നു. അത് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നടത്തിയായിരുന്നു. 22-23 നമ്മൾ അന്നൊരു കണക്കെടുത്ത് നോക്കിയായിരുന്നു എത്ര പേർക്ക് ഇവിടെ പുതുതായിട്ട് വന്നിട്ടും പിന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നവർ, സ്റ്റുഡൻറ്റിൻ്റെ ഡിപ്പെൻഡ് ആയിട്ട് വന്നവർ, വൈഫിൻ്റെ വിസയിൽ അങ്ങനെ വന്നവർ, അങ്ങനെ പല രീതിയിലും 27 പേരാണ് അന്ന് ജോലി ഇവിടെ പുതുതായിട്ട് കിട്ടിയ ആൾക്കാർ. 27 പേര്. ഇത് ഈ തവണ 23-24 വന്നപ്പോൾ 11 പേരിലേക്ക് കുറയുകയും അതിനകത്തൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേർക്ക് ഓഫർ കിട്ടിയിട്ട് ആ ഓഫർ കമ്പനി തിരിച്ചെടുത്തു. വിത്ഡ്രോ ചെയ്യാനുള്ള ഒരു വല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി 3 പിള്ളേർക്ക്. നമ്മുടെ മേസ് പേര് പറയാത്തതും ഇവിടെ വന്നാൽ അതിൽ നിന്ന് നമ്മളോടൊപ്പം ശക്തിയായിട്ട് അർമാദിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അവർക്ക് വരാൻ പറ്റാത്തതിലുള്ള ആ വിഷമം ഇതാണ് കാരണം അവർക്കിടെ കയ്യിൽ വെച്ച സാധനം അവരുടെ കുറവ് കൊണ്ടോ കുറ്റം കൊണ്ടോ അല്ലാതെ കയ്യിൽ നിന്ന് ഗവൺമെന്റിന്റെ പോളിസി കൊണ്ട് തെറിച്ചുപോയി എന്നുള്ളൊരു ഇതുകൊണ്ട് വന്നില്ല. അതുപോലെ പ്രത്യേകം പറയാനുള്ളത് അരുണ്, അതുപോലെ ജിതിൻ, 2 പേരും ഇവിടെ ഉണ്ട്. എവിടെയൊക്കെ ഉണ്ട്? കൈവക്കി കാണിച്ചാൽ മാത്രം എഴുതിട്ട് പോകാം. ഒന്ന് കൈയടിച്ച 2 പേർക്ക് വേണ്ടിയിട്ട്. അരുൺ സാധനം ചെയ്യാൻ അവിടെയുണ്ട്. ഓക്കെ, ഇവർ 2 പേരും ഒരാളെ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരാളെ റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് പ്ലേസ് ചെയ്തെടുക്കുക എന്നുള്ളത്. അത് അവർ കഴിഞ്ഞ വർഷം അവരുടേതായ അവരുടെ ലെവലിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അതിനകത്ത് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനിയും പ്രതീക്ഷിക്കുന്ന അടുത്ത വർഷങ്ങളിലൊക്കെ അതാണ് അത്ര പറയാനുള്ളത്. ഗോഗറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വന്ന് നമ്മൾ ഇംഗ്ലീഷ് മീനിങ്ങിൽ വന്ന് നേടി, അതായത് നേട്ടം ഉണ്ടാക്കിയ ആൾക്കാർ എന്നുള്ള ഒരു മീനിങ്ങിലാണ്. അച്ചീവേഴ്സ് അല്ല, ഗോഗറ്റേഴ്സ്, പുതിയ ജോലി കിട്ടിയവർ, അങ്ങനെയുള്ളൊരു മീനിങ് ആണ് ഗോഗറ്റേഴ്സ് എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്, ഇംഗ്ലീഷ് അങ്ങനെയാണെന്ന് തോന്നുന്നു. വിംബിൾഡൺ ട്രിപ്പ് ദിനേശ് കൂടെ ഉണ്ടല്ലോ അല്ലേ? ദിനേശിനെ താങ്ക്സ് ഫോർ ദാറ്റ്. നമ്മൾ ഒരു വിംബിൾഡൺ ട്രിപ്പ് നടത്തുന്നത് 1 ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇനിയും അതേപോലെയുള്ള 1 ഡേ ട്രിപ്പുകൾ നടത്തുന്നതുകൊണ്ട് അലംനിക്ക് അതൊരു ആ ഒരു മൊമെൻ്റ് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അതൊരു ബിഗിനിങ് ആയിട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്തത് നടത്തിയതേ ഉള്ളൂ. അപ്പോൾ വരും വർഷങ്ങളിൽ ഇതുപോലെ നടത്തിയിട്ടുള്ള ഈ പ്രോഗ്രാമിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫുഡായിരുന്നു. ഷെറിന് വളരെയധികം നന്ദി പറയണം. കാരണം കണ്ടുപിടിച്ച് ഗൂഗിളൊക്കെ നോക്കി കണ്ടുപിടിച്ച് അങ്ങനെ സ്ഥലത്ത് എത്തിക്കുകയും പിന്നെ ദിനേശ് ചാക്കോയിൽ പ്രത്യേകം നന്ദി. ഇത് അറേഞ്ച് ചെയ്തതിനും ഇത് കോർഡിനേറ്റ് ചെയ്തതിനും. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും അതൊരു ഞാനൊക്കെ ആദ്യമായിട്ട് പോയതാണ് പാർട്ടിക്ക്, അല്ലെങ്കിൽ പോകലും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ദിനേശൊക്കെ നന്ദി. ന്യൂകാസിൽ മീറ്റപ്പ് അരുണാണ് അത് ഓർഗനൈസ് ചെയ്ത്. അരുൺ വളരെ താങ്ക്സ് ഉണ്ട്. അത് ന്യൂകാസിൽ നമുക്കിവിടെ സത്യത്തിൽ ഞങ്ങളൊന്ന് ന്യൂകാസിൻ്റെ നോർത്തോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അത് ഞങ്ങൾക്ക് പോകേണ്ട ട്രിപ്പ് ഞങ്ങൾക്ക് സേവ് ചെയ്ത് തന്ന അരുണാണ്. അരുണിന് വളരെ താങ്ക്സ് ഫോർ ദാറ്റ്. ഈ ന്യൂകാസിൽ നടന്ന ഈ ട്രിപ്പ്, ഈ മീറ്റപ്പ് പോലെ സ്കോട്ടിഷ് മീറ്റപ്പ് ആകാം, പിന്നെ ഡർഹം, കവൻട്രി, അങ്ങനെ പല മീറ്റപ്പുകൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തത്. അതാണെങ്കിൽ അവിടെ കോർഡിനേറ്റ് ചെയ്യും. അവിടെയുള്ള കീർത്തന, പിന്നെ ഓരോരുത്തരുടെ പേരൊക്കെ ഞാൻ വയസ്സായതുകൊണ്ട് പേരൊക്കെ മറന്നു പോകും. റോഹൻ, അങ്ങനെ ഒരു ടീം അവിടെ ഉണ്ട്. നമുക്ക് നല്ല വൈബുള്ള ഒരു ടീം ഉണ്ട് അവിടെ. ഇവിടെ ഇപ്പോൾ ഉണ്ടവരൊക്കെ കൊടുത്തിട്ടെ. അപ്പം അവർക്കും പ്രത്യേകം നന്ദി, ഇതുപോലെയുള്ള മീറ്റപ്പ് നടന്നതിനും. ഇനി ഇതുപോലെ പല പല സ്ഥലങ്ങളിൽ നടക്കണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് ഈ സൈഡിൻ്റെയും ഇതിൻ്റെ കൊണ്ടുവരാനുള്ള ഉദ്ദേശം തന്നെയാണ്. ഓക്കെ, മെയിൻ അലംനി ഗ്രൂപ്പ് ആരുവിലി നടക്കുന്നത് കൂടാണ്ട് ചെറിയ ഇങ്ങനെ മീറ്റിംഗ്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് പോകും. ആൾക്കാർ തമ്മിലുള്ള ബോണ്ട് കൂടുതലായിട്ട് ഉണ്ടാകും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അതായത് ഇതിൻ്റെ ഒരു പർപ്പസ്.
ഫസ്റ്റ് വൺ കാണുന്നത് നമ്മുടെ ജോസ് മാത്തേക്കൽ 1985 പാസ് ഔട്ടാണ്. ഇവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആണ് പുള്ളി. എല്ലാ കുറേ വർഷങ്ങളായിട്ട് പ്രസിഡന്റ് ആയിരുന്നു. കഴിഞ്ഞ 1-2 വർഷങ്ങളാണ് പുള്ളി നമുക്ക് മിസ്സായിട്ടുള്ളത്. കാരണം പുള്ളി തിരക്കായതുകൊണ്ടാണ്. പുള്ളി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് IMOയിലാണ്. പുള്ളി ഈ കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പ് IMOയുടെ യുണൈറ്റഡ് നേഷൻ IMOയുടെ ഡയറക്ടറായിട്ട് പ്രൊമോട്ട് ചെയ്ത് പുള്ളി ഇപ്പോൾ സത്യം പറഞ്ഞാൽ വരാൻ പറ്റാത്ത രീതിയിലും ഇതുപോലുള്ള മീറ്റൊക്കെ വരാൻ ആഗ്രഹമുണ്ട്. പിന്നെ പുള്ളി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക്. പുള്ളിയാണ് ആദ്യത്തെ കക്ഷി. രണ്ടാമത്തെ നമ്മുടെ മാരത്തോൺ റണ്ണറാണ് നമ്മുടെ ദിനേശ് ചാക്കോ. എവിടെയാണ് ദിനേശ് ചാക്കോ? ഇവിടെ ഉണ്ടോ? ചായയിൽ പോയോ? ദിനേശ് ചാക്കോ വേഗം കണ്ടോ? നിങ്ങളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ഓടണേ. ഇതോട് നിർത്തരുത്. ഞങ്ങളെ ഓടിക്കണം. നമ്മുടെ എക്സസൈസ് ചലഞ്ച് തുടങ്ങിയിട്ട് ദിനേശ് ചാക്കോയും നമ്മൾ 3-4 വർഷം മുമ്പാണ് നമ്മുടെ എക്സസൈസ് ചലഞ്ച് തുടങ്ങിയത്. അന്ന് നമുക്ക് ആദ്യം ശരിക്കും സപ്പോർട്ട് ചെയ്തത് ദിനേശ് ചാക്കോയും രഞ്ജിനി ചെല്ലപ്പയായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു 10 കിലോമീറ്റർ വെച്ച് ഓടി ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യുകയായിരുന്നു. അത് കണ്ടുകൊണ്ടായിരുന്നു ബാക്കിയുള്ളവർ ഓടാൻ തുടങ്ങിയത്. ഞങ്ങളുടെ കുറേ പട്ടികൾ ഓടണം. എൻ്റെ കുറേ പട്ടിയും കൂടി ഓടണം. നല്ല ഓടി നോക്കാം നമ്മൾ. ദിനേശ് താങ്ക്സ് ദിനേശ്. പിന്നെ സാന്ദ്രാജ് എവിടെയാണ്? ഇവിടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. സാന്ദ്ര ഞങ്ങൾ നോക്കിക്കോ. ക്രോയിഡൻ മാരത്തോൺ ഹാഫ്. എവിടെയായാലും നീ ഓടിയല്ലോ. എനിക്ക് ഓർമ്മയിലും കിട്ടുന്നതൊക്കെ. ക്രോയിഡനിൽ അല്ലെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് റിച്ച്മണ്ട്. നല്ല റിച്ചായിട്ട് ഓടിയിട്ടുണ്ട്. റിച്ച്മണ്ടില് 21 കിലോമീറ്റർ അല്ലേ? അത് കറക്റ്റ് അല്ലേ? 21 കിലോമീറ്റർ. ഒന്ന് ഓടിയൊക്കെ നോക്കട്ടെ. 21 കിലോമീറ്റർ വേണമെങ്കിൽ 2 ഇട്ടിട്ട് ഒരു പോയിന്റ് ഇട്ട് നോക്കിക്കോ. അപ്പൊ കറക്റ്റ് ആയിരിക്കും. 2.1. പിന്നെ ദിനേശ് ചാൾസ് എവിടെയാണ്? ദിനേശ് ചാക്കന്റെ നാടൻ കരുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദിനേശ് സോറി ചാൾസ് രാജകുമാരൻ എന്നാണ് ഞാൻ വിളിക്കാറ്. മുമ്പോട്ട് വന്നേ. ചാൾസ് കാൺപൂരിന് വയലപ്പോഴും വരുള്ളൂ. മദ്രാസ് IIT MTechഉം പിന്നെ PhD ഒക്കെ എടുത്ത് പുള്ളി ഇന്റർനാഷണൽ വാട്ടർ അസോസിയേഷനിലെ ഒരു മാനേജറാണ്. ഇന്റർഫേസ് ഇന്റഗ്രിറ്റി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. പുള്ളി ഈ ഇന്റർനാഷണൽ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യുകയും അവിടെ പ്രസന്റേഷൻ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് പുള്ളിയുടെ വില അറിയത്തില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ലീഡർ അല്ലെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളൊരു ലീഡർ തന്നെയാണ്. അപ്പം ഇത് മറ്റുള്ളവർക്കൊന്ന് പ്രചോദനമായിട്ട് കൂട്ടുകാരന്മാർ കുത്തുന്നുണ്ടാവും. എടോ നീ ഇതൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിളിച്ചു വരുത്തി അപമാനിക്കലാണെന്ന് തോന്നരുത്. പിന്നെ അനിൽ അബ്രഹാം മൈക്രോസോഫ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി കുറച്ച് മാസങ്ങളായിട്ട് ചാരിറ്റിയിലാണ് കൂടുതൽ, അതായത് ഓർഗനൈസേഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പുള്ളിയുടേത്. മൈക്രോസോഫ്റ്റിൽ സീനിയർ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ 1-2 കാര്യം നോട്ട് ചെയ്തത്, പുള്ളി അടുത്തുള്ള സ്കൂളുകളിലൊക്കെ പോയിട്ട് കരിയർ അവയർനെസ്സും അതുപോലെ കുറേ ചാരിറ്റി രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പുള്ളി ഇപ്പോൾ വന്നിട്ടില്ല എന്ന് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. വരാൻ എല്ലാ പ്രാവശ്യം വരുന്നതാണ് പുള്ളി. എല്ലാ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആളാണ്. അടുത്ത പ്രാവശ്യം വരും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ കാണിക്കുന്നതൊക്കെ നമ്മുടെ കോതമംഗലം കോളേജിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിടെ ഇടയിലേക്കൊക്കെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി അത് ചെയ്യും. പിന്നെ അടുത്തത് സനൽ ചന്ദ്രൻ വിളിച്ചു വരുത്തി അപമാനിക്കാന്ന് പറഞ്ഞ പോലെ അല്ലേ? സനൽ എവിടെയുണ്ട്? സനൽ കാണില്ലല്ലോ. സനലൊന്ന് പൊങ്ങി പോയാ? വീട്ടിൽ പോയാ? ചെറിയ പോസ്റ്ററെങ്ങാനും നേരത്തെ കണ്ടു കാണോ? സനൽ 1 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. പ്ലാനിങ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. പുള്ളി വന്ന സമയത്ത് തുടങ്ങി ഇതുവരെയ്ക്കുള്ള ഓഫറുകളുടെ എണ്ണമാണ് ഏതാണ്ട് ഒരു 6ഓളം ഓഫർ 1 വർഷം കൊണ്ട് തന്നെ ആൾ എടുത്തു. അതുകൂടാണ്ട് 2 വിസയും ഒപ്പിച്ചെടുത്തു. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായി. അപ്പം അതായത് 1 വർഷത്തിനുള്ളിൽ ഇത്രയൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ അതൊരു നേട്ടം തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ ഓഫർ കൊടുത്തിട്ട് ആ ഓഫർ റിജക്റ്റ് ചെയ്ത് പുള്ളി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വീണ്ടും ആ ഓഫർ തിരിച്ച് എടുത്തിട്ട് അങ്ങനെ അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 7 ഓഫർ ഉണ്ട് പുള്ളി. അങ്ങനത്തെ ഒരു കക്ഷിയാണ്. ഇത്രയേ ഉള്ളൂ, മതിയില്ല.
ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ നടത്തിയിരുന്നു. ബിനു ആയിരുന്നു കോർഡിനേറ്റ് ചെയ്തത്. ബിനു ഒന്ന് കൈവക്കി വെക്കാവോ? നമ്മുടെ ഇത്തവണ ഫോട്ടോ എടുത്ത ടീമായിരുന്നു. ഒന്ന് കൈ അടിച്ചേക്കാവോ? നന്നായിട്ട് അതിന് പ്രൈസ് കിട്ടി. നമ്മൾ പ്രൈസ് പ്രൈസ് കൊടുത്തിട്ടില്ല. പുള്ളി ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് ഇവിടെയാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വെച്ചത്. പുള്ളി കഴിഞ്ഞ ദിവസം എടുത്ത് വിളിച്ച് പറഞ്ഞു പുള്ളിയുടെ പ്രോഡക്റ്റ് ലോഞ്ചിങ് ആയതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് സോറി പറഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോൾ പൈസ വൗച്ചർ അങ്ങോട്ടേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ കൂട്ടത്തിലുള്ള നിഹാൽ എന്താ പറയുക, ഒരു കൈയുടെ പിക്ചർ ഉള്ള അതാണ് നിഹാലിൻ്റെ പിക്ചർ. മറ്റത് പ്രേമിൻ്റെ പിക്ചറാണ്. ചായ നല്ല സമയത്താണ്, നമ്മുടെ ചായയുടെ സമയത്ത് തന്നെ ഇത് കിട്ടിയത് നന്നായി. പിന്നെ അതുപോലെ അഞ്ജു, അഖില, ഷാലിൻ, ഡയസ് ഇവരൊക്കെ ടോപ്പ് 10 വന്ന ആൾക്കാരാണ് ആ ഫോട്ടോ കോമ്പറ്റീഷനിൽ. 80ഓളം പേര് പങ്കെടുത്ത ഇതിൽ. പ്രത്യേകിച്ച് ബിനുവിനും ജസ്റ്റിനും വളരെയധികം അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോൾ ആ സാധനം സോർട്ട് ചെയ്തതൊക്കെ 80ഓളം സോർട്ട് ചെയ്തുണ്ടാക്കാനൊക്കെ പണി തന്നെയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ബിനുവും അതുപോലെ ജസ്റ്റിനും ഒക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ജസ്റ്റിൻ ഒന്ന് കൈപൊക്കിയാൽ, അതുപോലെ ഫോട്ടോഗ്രാഫർ ബിനുവിനെ പിന്നെ എല്ലാവർക്കൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ആസ്ഥാന ഫോട്ടോഗ്രാഫറാണ് കേട്ടോ നമ്മുടെ. എല്ലാവരും ഒന്ന് ഓർത്തേക്കണേ പുള്ളിനാ. ഓക്കെ, ജസ്റ്റിനെ ഓർക്കാതിരിക്കരുത്, ജസ്റ്റിൻ ഓർക്കണം. ഓക്കെ, ശരി കേട്ടോ. അടുത്ത വർഷം നമ്മുടെ അടുത്ത ജനകൂടി മീറ്റിംഗിൽ അടുത്ത വർഷത്തേക്കുള്ള ടീമിനെ തിരഞ്ഞെടുക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ചെറിയൊരു പ്രപ്പോസലാണ്. എന്താണെന്ന് വെച്ചാൽ ഇയർലി പ്ലാനിങ്, ഒരു വർഷത്തേക്കുള്ള ഇയർലി പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിരിക്കും. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഒരു 4-5 വർഷത്തേക്കുള്ള അലംനിയുടെ ആ ഒരു പ്രോഗ്രസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതേ കണക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു കലണ്ടർ കണക്ക് ഉണ്ടാക്കിയിട്ട് അടുത്ത പിന്നെ ഫോക്കസ് നിങ്ങൾക്ക് UK മെമ്പേഴ്സ് മെയിൻലി. അത് കാരണം നമ്മുടെ അലംനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയിട്ട് അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. ഇവിടെയുള്ള മിക്കവരും ഫൈനാൻഷ്യലി അത്രയും സ്റ്റേബിൾ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെയുള്ളവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക, ഇവിടെയുള്ളവരുടെ ബോണ്ട് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്താൽ അതായിരിക്കും നല്ലത്. ഞങ്ങളുടെ ഒരു പ്രപ്പോസലാണ്. അത് അടുത്ത ടീമിന് ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷേ ഞങ്ങളുടെ ഒരു പ്രപ്പോസലാണത്. പിന്നെ ഫണ്ടിങ് ആൻഡ് റിസോഴ്സസ് എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പോ അതേപോലെ വേറെ ഡെലിവേഴ്സ് നടത്തി ചെയ്യുകയാണെന്നുള്ളത് നന്നായിരിക്കും. പിന്നെ മിഡ് ഇയർ മീറ്റിംഗ്, കഴിഞ്ഞ വർഷം ഒരു മിഡ് ഇയർ മീറ്റിംഗ് നടത്താമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തോ പ്രോഗ്രാം നമ്മൾ അതിനിടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് മിഡ് ഇയർ മീറ്റിംഗ് നടത്താൻ പറ്റിയില്ല. പിന്നെ ലോക്കൽ ഗ്രൂപ്പ്സ് ഫോർ ബെറ്റർ ഇൻവോൾവ്മെൻറ്റ്, അത് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ ആനുവൽ മീറ്റിംഗ് നടത്തി ഓൾ ഓവർ ദ UK നടത്താണ്ട് ഇപ്പം ന്യൂകാസിൽ നടത്തിയ കണക്ക് ചെറിയ ലോക്കൽ മീറ്റിംഗ്സ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ ആ ഒരു ബോണ്ട് സ്ട്രെങ്തൻ ചെയ്തു വരും. പിന്നെ കമ്മിറ്റി ഫോർ ആർട്സ് ആൻഡ് സ്പോർട്സ്, അത് നമ്മൾ കഴിഞ്ഞ വർഷം ഫോം ചെയ്തത്, നമ്മൾ പുതിയതായിട്ട് ഫോം ചെയ്തതാണ്. അത് ഒരു സെപ്പറേറ്റ് കമ്മിറ്റി ഫോം ചെയ്ത് അവർ ഒരു കുറച്ച് ആൾക്കാർ സ്പോർട്സ് നോക്കുന്നു, കുറച്ച് ആൾക്കാർ ആർട്സ് നോക്കുന്നു. അപ്പോൾ ഡിവൈഡ് ചെയ്ത് പോയി കഴിയുമ്പോൾ അത് ബെറ്റർ പെർഫോമൻസ് ഉണ്ടായിരിക്കും. പിന്നെ സോഷ്യലൈസിങ് സൈഡ് ഡെവലപ്മെൻറ്റ്, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള കുറച്ച് പേരൊക്കെ റിട്ടയർ ആവും. അപ്പോൾ റിട്ടയർ ആയി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സോഷ്യലൈസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഒരു ആവശ്യം വരും. അപ്പോൾ അതിന് സോഷ്യലൈസിന് വേണ്ടിയിട്ടുള്ള ഓൾറെഡി നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മേസൻസ് വെൽബീയിങ് ആണ്. അത് നമുക്ക് മേസുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത എന്ത് ജോബ്സോ എന്ത് കോമഡിയോ എന്ത് കാര്യവും പോസ്റ്റ് ചെയ്ത് നമുക്ക് ചുമ്മാ ടൈം പാസിന് വേണ്ടിയിട്ട് ചിറ്റാറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഡെവലപ്പ് ചെയ്തിട്ട് ആൾക്കാർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കാം. നമ്മുടെ ഒരു പ്ലാനിങ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അത്. പിന്നെ സപ്പോർട്ട് ഫോർ ദോസ് മൂവിങ് കൺട്രോൾ, ഇവിടെ വന്നിട്ട് സാർ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, ഇവിടെ നിന്നിട്ട് കുറച്ച് പേർക്കെല്ലാം ഇവിടെ നിൽക്കാൻ പറ്റാണ്ട് വിസയുടെ പ്രോബ്ലം കൊണ്ടൊക്കെ കുറച്ച് പേര് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വന്നാൽ ഇവിടെ നിന്ന് ആൾക്കാർ കുറച്ച് പേര് ഓസ്ട്രേലിയക്ക് പോകുന്നുണ്ട്, കുറച്ച് പേര് അറബ് കൺട്രീസിലോട്ട് പോകുന്നുണ്ട്, കുറച്ച് പേര് ഇന്ത്യയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ ലോൺ എടുത്ത് വന്നതാണ്. അപ്പോൾ ലോൺ എടുത്തവർക്ക് അവർക്ക് തിരിച്ചു പോകണം
സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഏത് രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മളൊരു കോൺടാക്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് നമ്മുടെ മെയ്സ് അക്കാദമിക്ക് ഏകദേശം 18 ചാപ്റ്റേഴ്സ് ഉണ്ട് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ നമ്മൾ അവരെല്ലാമായിട്ട് ലിങ്ക്ഡാണ്. അപ്പോൾ ഇവർ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ ഒരു കോൺടാക്റ്റിനെ ഓർഗനൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചില അവരൊന്ന് മീറ്റ് ചെയ്ത് ചിലപ്പോൾ അവർക്ക് ഒരു ജോലി കിട്ടിയെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള ചില പരിപാടി ചെയ്യാൻ പറ്റും. നമ്മളാ പറഞ്ഞ ആദ്യം ഒരു മെസ്സേജ് ഉണ്ട്, മോഹൻ ജോസഫ് ചീരൻ എന്ന് പറയുന്ന ആ ചേട്ടൻ, പുള്ളി നമ്മൾ അതിന് തുടങ്ങാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. പുള്ളിയായിരുന്നു 18 ചാപ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെ മീറ്റപ്പ് ഗ്രൂപ്പ്സ് കൗണ്ടി സിറ്റി ടൗൺസ്, അത് സാബു ഇച്ചിരി മുമ്പ് ഒരു ഡയഗ്രാം വരച്ച് കാണിച്ചിരുന്നു. അങ്ങനെ ചെയ്തിട്ടാണ് ബെനിഫിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത്. പിന്നെ സപ്പോർട്ട് ഫോർ ന്യൂ കമേഴ്സ് ആൻഡ് ഇൻഫോ ഇൻ ഗ്രൂപ്പ്, അത് പുതിയതായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പം പുതിയതായിട്ട് നമ്മൾ തുടങ്ങിയത് നമ്മൾ ജസ്റ്റ് ഒരു നിങ്ങൾ കണ്ടായിരിക്കും നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ടെക്സ്റ്റ് ഫയലൊക്കെ ഫോർവേഡ് ചെയ്തേക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വായിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നവർക്ക് ഒരു അപരിചിതത്വം അങ്ങനെ ഒന്നും തോന്നത്തില്ല. അവർക്ക് നമ്മളെ പെട്ടെന്ന് നമ്മളൊരു വെൽക്കം ചെയ്ത ഒരു ഫീലിംഗ് വരും. പിന്നെ കരിയർ ഗൈഡൻസ്, നിങ്ങൾക്കറിയാം കരിയർ ഗൈഡൻസ് എങ്ങനെ നടക്കുന്നതെന്ന് അറിയാം. അത് വീണ്ടും അതേപോലെ തന്നെ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നടത്തിക്കൊണ്ട് പോകണമെന്നാണ് ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ ആൾക്കാരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ മെയ്സിൻസ് വെൽബീയിങ് ഗ്രൂപ്പ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അത് സോഷ്യലൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. സോഷ്യലൈസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിന് ശരിക്കും ഒരു ബെനിഫിറ്റ് വരും. ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ആ ഒരു രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ അത് ഒത്തിരി ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആയിരിക്കും. പിന്നെ റീറ്റെയിലിംഗ് മെമ്പേഴ്സ് ആൻഡ് ഇൻക്രീസിംഗ് ഇൻവോൾവ്മെൻറ്റ്, അത് നമ്മുടെ ഇപ്പോൾ 200+ മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ഈ അലന്നിയിലുള്ള മെമ്പേഴ്സ് കുറച്ച് പേർക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല. ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ അലന്നിയിൽ നിന്ന് ബോറടിച്ചിട്ട് ചിലപ്പോൾ പോയി വരും. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം എനിക്ക് അങ്ങനെ പോയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഒരു 5-6 വർഷത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടത് കുറച്ച് പേര് നമ്മൾ അലന്നിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ അലന്നിയിൽ നിങ്ങൾ വരുന്നത്, ഞങ്ങൾക്ക് അലന്നിയിൽ വന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ഫീലിംഗാണ് അവർക്ക് തോന്നിയിരിക്കുന്നത്. അവർ അങ്ങനെ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പേഴ്സണലൊക്കെ അറിയുന്നതല്ല, അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അങ്ങനെ ആൾക്കാർ പോവാണ്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്ത് ആൾക്കാർ റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള 200+ മെമ്പേഴ്സിനെ ഹാപ്പി ആക്കുന്ന രീതിയിലൊരു പ്രോഗ്രാം നടത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ. പക്ഷേ മജോറിറ്റിക്ക് ഹാപ്പി ആവുന്ന രീതിയിൽ പ്രോഗ്രാംസ് നടത്തി കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടീമിന് ദാറ്റ് വിൽ ബി ദ ബെറ്റർ തിങ്. അടുത്തത് താങ്ക്സ് പറയുകയാണ്. താങ്ക്സ് എന്ന് പറഞ്ഞാൽ ട്രഷറാണ് ഏറ്റവും വലിയ താങ്ക്സ് നിങ്ങൾ പറയേണ്ടത്. ട്രഷറർ എന്ന് പറഞ്ഞാൽ എലീസ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. കഴിഞ്ഞ വർഷം എലീസ കണക്കെല്ലാം നോക്കുന്നു, നമ്മുടെ പൈസ നോക്കുന്നു, എല്ലാ കാര്യവും ചെയ്ത് മീറ്റപ്പിനാണെന്നുണ്ടെങ്കിലും എത്ര പോകണമെന്ന് എല്ലാം നോക്കിയിട്ട് വളരെ കാര്യമായിട്ട് ചെയ്യുന്നു. എലീസയ്ക്ക് വലിയൊരു താങ്ക്സ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. അടുത്തത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വോളണ്ടിയേഴ്സ് നമുക്ക് കുറേ പേരുണ്ടായിരുന്നു. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു. അവർ നമ്മളൊരു പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്തിട്ട് നമ്മൾ അവരോട് പറയുകയാണ് ആൾക്കാർ കുറവാണെന്ന് പറഞ്ഞാൽ ഉടനെ അവർ ചാടി പിടിക്കും. ആൾക്കാരെ വിളിച്ച് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഏത് പ്രോഗ്രാം ആണെന്നുണ്ടല്ലോ, ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ, എക്സസൈസ് ചലഞ്ച്, വീഡിയോ കമ്പയറേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ എന്തിനാണെന്നുണ്ടെങ്കിലും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വോളണ്ടിയേഴ്സ് ഇവിടെ ഇല്ലാണ്ട് ഒരിക്കലും ഒരു അലന്നി ഒരിക്കലും ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഒരിക്കലും നടത്തിക്കൊണ്ടാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അത്രയ്ക്ക് പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പോൾ അത് സാബുവിടെ ഇല്ല, പക്ഷെ സാബുവിനെ കുറിച്ച് ഞാൻ പറയാം. സാബു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ ദിവസം അതിനെ വിളിച്ച് 11 പേരാണ് അലന്റിയിൽ സാബുവിനെ ഫോൺ വിളിച്ചത്. ഇത്രയും പേര് എത്ര സമയം ചെലവഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡാണ്. കാരണം അത് നമുക്ക് എക്സിക്യൂട്ടീവ് ഇങ്ങനെയുള്ള കമ്മിറ്റി മെമ്പേഴ്സിനെ ഹെൽപ്പ് ഇല്ലാണ്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം അല്ലാണ്ട് അത് ഒരിക്കലും നടക്കത്തില്ല. അത് പിന്നെ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ലാത്ത വോളണ്ടിയേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലന്നി തുടങ്ങിയിട്ടുള്ള നമ്മുടെ അനിലിയേട്ടന്, പിന്നെ ജോസ് മതികൾ ചേട്ടനും, ഇവരെന്ന് പറഞ്ഞാൽ നമ്മുടെ അലന്നി ഫോം ചെയ്തപ്പോൾ ഉള്ളതായിരുന്നു. അവർ കുറേ അഡ്വൈസ് കമ്മിറ്റിയിലായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ കോർഡിനേറ്റേഴ്സ് അവർ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. പിന്നെ മെമ്പേഴ്സ് നിങ്ങൾ ഓരോരുത്തർക്കും നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ വർഷത്തെ എല്ലാ പരിപാടിയും നടത്തി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ താങ്ക് യു ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രസിഡന്റാണ്. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത നമ്മുടെ സാബു കളത്തിൽ ഒരു കയ്യിൽ കൊടുത്തേക്കാവാണ്.
ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് സാബു ആയിരുന്നു. സാബു ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു എവരിബഡി.